Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അറബിക് സ്റ്റൈലിലുള്ള വൺ പോട്ട് ചിക്കൻ ആൻഡ് റൈസിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് നമ്മൾ പല രീതിയിലുള്ള അറബിക് ഫുഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ചിക്കൻ ആൻഡ് റൈസിന്റെ റെസിപ്പി വളരെ ഈസിയാണ്. നല്ല അറബിക് ഫുഡിന്റെ ഫ്ലേവറും ടേസ്റ്റും എന്നാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ കുക്കിംഗ് ആരംഭിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ റൈസിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ്. ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 6 തക്കാളിയാണ്. നമ്മൾ റഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത തക്കാളി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അടുത്തതായിട്ട് 4 കൊമ്പൻമുളക്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, നല്ല നീരുള്ള ഒരു വലിയ നാരങ്ങയുടെ നീര്, ഒരു ബഞ്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ സൈഡ് സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചട്നി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇതൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല നമ്മൾ അരച്ചെടുത്തേക്കുന്നത്, കുറച്ച് ചങ്കി ആയിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുന്നതാണ്. അരച്ചെടുത്ത ചട്നി എടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മളുടെ റെസിപ്പിക്ക് ആവശ്യമായുള്ള ചിക്കൻ എങ്ങനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായി തന്നെ നേരത്തെ ഉണ്ടാക്കിയ ചട്നിയിൽ നിന്നും 1/2 കപ്പ് എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇടാം. അടുത്തായി 1.5 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോൾട്ട്. നമ്മൾ സോൾട്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ സെയിം സോൾട്ട് തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ ഇടുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ മസാല എടുത്ത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 പീസുകളായി കട്ട് ചെയ്തെടുത്ത നമ്മളുടെ ഒരു ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് നൈഫ് കൊണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. മസാല നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത 4 ചിക്കൻ മാരിനേഷനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു ഉരുളി എടുത്ത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൻ എടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. ഉരുളി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇടാം. സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ പാത്രത്തിൽ കാണുന്ന ഹോൾ സ്പൈസസ് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 7 ഏലക്കായ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ചെറിയ പട്ടയുടെ പീസ്, 2 ബേ ലീഫ്, 2 സ്റ്റാർ അനീസ്, 7 കരയാമ്പൂ, 3 ഡ്രൈ ലെമൺ. ഇതിൽ 1 ഡ്രൈ ലെമൺ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഒരെണ്ണം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ഇതിനുള്ളിലുള്ള ഫ്ലേവർ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മുടെ സ്പൈസസ് പകുതി റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കൂടെ നമുക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 2.25 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. നമ്മൾ 2.25 കപ്പ് വെള്ളം ഒഴിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബസ്മതി റൈസോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തിക്ക് ആവശ്യമായുള്ള സെല്ലാ റൈസോ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് 1:1.5 എന്നുള്ള റേഷ്യോ ആണ്. അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. പക്ഷെ നമ്മൾ ഇന്ന് ആ റേഷ്യോയിൽ നിന്ന് കുറച്ചും കൂടെ, അതായത് ഒരു 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളത്തിൽ ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ വെള്ളം ആവിയായിട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പം വെള്ളം കുറച്ച് എക്സ്ട്രാ ഒഴിച്ചിരിക്കുന്നത്. അടുത്തായി നമ്മളുടെ വെള്ളം നന്നായിട്ട് ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ വെള്ളം നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ടുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെച്ച് ഏകദേശം 15 തുടങ്ങി 20 മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഗൈസ് അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ബോയിലായിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചിക്കൻ്റെ പീസുകൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ എടുത്ത പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 1.5 കപ്പ് ബസ്മതി റൈസ് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കിലേക്ക് ഇട്ട് കുക്ക് ചെയ്യുന്നതാണ്. നമ്മൾ റൈസ് നന്നായി കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം കുതിർത്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മളുടെ ചിക്കൻ സ്റ്റോക്കിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വളരെ സ്മൂത്തായിട്ട് റൈസ് പൊട്ടിപ്പോകാതെ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗൈസ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഒഴിച്ച വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് റൈസിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കിയതിന് ശേഷം നേരത്തെ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്യാം. ചിക്കൻ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മളുടെ സോസ് കുറച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗാർണിഷ് ചെയ്യാണ്ട് റൗണ്ടിൽ കട്ട് ചെയ്ത ടൊമാറ്റോ, 4 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഉരുളിയുടെ ലിഡ് വെച്ച് അതിന് മുകളിലേക്ക് നമുക്കൊരു വെയിറ്റും കൂടെ വെച്ചതിന് ശേഷം നമുക്കൊരു 15 തുടങ്ങി 20 മിനിറ്റ് നേരം സിമ്മറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ ലിഡ് അല്ലെന്നുണ്ടെങ്കിൽ അടപ്പും വെക്കുമ്പോൾ കറക്റ്റ് ഫിറ്റായുള്ള അടപ്പ് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റീം പുറത്തേക്ക് പോയിട്ട് റൈസ് നന്നായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ് അങ്ങനെ നമ്മൾ 20 മിനിറ്റ് നേരം സിമ്മറിൽ നമ്മളുടെ റൈസും ചിക്കനും കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ റൈസും ചിക്കനും നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റൈസ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ അറബിക്ക് 1 പോട്ട് ചിക്കൻ ആൻഡ് റൈസിൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ റൈസ് നല്ല ഫ്ലഫി ആയിട്ടും ഫ്ലേവർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി നമ്മുടെ ചിക്കൻ വളരെ ജ്യൂസിയും നല്ല ടേസ്റ്റുമുണ്ട്. നിങ്ങൾ അറബിക് ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്തിരിക്കേണ്ട നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. നിങ്ങൾ കണ്ടത് മാതിരി വളരെ ഈസിയുള്ള റെസിപ്പിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈസിയുള്ള റെസിപ്പി ടേസ്റ്റ് കുറവായിരിക്കുന്നു. പക്ഷേ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന ഡിഷല്ല ഇത്. വളരെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫുഡി ഫ്രണ്ട്സിലൊക്കെ നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോക്ക് ഓരോ ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ വീഡിയോസ് പുതിയ റെസിപ്പികൾ കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.